ഇങ്ങനെ ഗത കയ്യിലെടുത്തു. ഗത കയ്യിലെടുത്ത് ആദിവാസത്തോടു കൂടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കാണാം. അങ്ങനെ കണ്ടു. കണ്ടിട്ട് ഒന്നിങ്ങനെ ഭവ്യതയോടു കൂടി കുമ്പിട്ട് കെട്ടിച്ചാടി കുമ്പിട്ട് ഇങ്ങനെ കെട്ടിച്ചാടി ജ്യേഷ്ഠനെ യുധിഷ്ഠിരനെ ഇങ്ങനെ കുമ്പിട്ടതിന് ശേഷം അപ്പോൾ അനുഗ്രഹിക്കണം. അവരെ യുധിഷ്ഠിരൻ അനുഗ്രഹിക്കണം. പിന്നാക്കം ഇങ്ങനെ കുത്തിമാറി 1 2 പിന്നെ 2 കാല് നേരെ മുമ്പിലേക്ക് വന്ന് ഇങ്ങനെ ആക്കി നിന്ന് തൊഴുതൽ നിന്ന് ഇതിനെ ഇട്ടതിന് ശേഷം ഈ കൈ റെസ്പെക്റ്റ് ഇവിടെ നിന്ന് ചുഴിച്ചെടുത്ത് കഷ്ടം ഇങ്ങനെ വട്ടത്തിൽ ചുഴിച്ച് വന്ന് 4 കാല് കുത്തി മാറി കഷ്ടം ഇപ്രകാരം ഒക്കെയും ആ കള്ളന്മാർ ചെയ്തിട്ടു. കള്ളന്മാർ മനസ്സിലായോ? ആ കോണിൽ ഈ കോണിലേക്ക് കിടന്നു രൗദ്രഭാവം. കള്ളന്മാർ ചെയ്തിട്ടും തരത്തി ചൂട്ടി അങ്ങയുടെ മനസ്സ് വെറുതെ കൈകൊണ്ട് മനസ്സ് വെച്ചം ചൂട്ടി ഒട്ടും ഇളകി ഭവിച്ചില്ലല്ലോ. ഭവിച്ചില്ലല്ലോ. കഷ്ടം തന്നെ. കുറച്ചു കരുണയോടുകൂടി കുറച്ച് കരുണയോട് കൂടി ഒരു വാക്ക് കൽപ്പിക്കുക. ഒരു വാക്ക് ഇതാക്കി അങ്ങനെ കൽപ്പിച്ചു എങ്കിൽ ആ രൗദ്രഭാവം വിരോധനാഥികളെ നോക്കിയിട്ടാണ് ആ പറയുന്നത്. കള്ളന്മാരെ കള്ളന്മാരെ എല്ലാവരെയും ഞാൻ തന്നെ നശിപ്പിച്ചേക്കാം. വെച്ചങ്ങ് ചൂട്ടി നശിപ്പിച്ചേക്കാം. ഒന്ന് കൽപ്പിക്കണേ. ഒന്ന് കൽപ്പിക്കണേ. അതോടുകൂടി നമ്മൾ തൊഴുത് ആ ഒരു പെർമിഷൻ കിട്ടുന്നുള്ളൊരു വിശ്വാസത്തിൽ ഒന്ന് കൽപ്പിക്കണേ. അപ്പോഴാണ് യുധിഷ്ഠിരൻ എന്ത് പറയുക? അല്ലയോ അനുജ, ഈ ഭാഗത്തേക്ക് അല്ലയോ അനുജ, നീ സത്യകാലം കഴിയുന്നതുവരെ, അതായത് 12 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും നടത്തും. 12 സത്യകാലം കഴിയുന്നത് വരയ്ക്കും ക്ഷമിച്ചാലും മനസ്സിലായോ? അപ്പോൾ ഈ മറുപടികൾ കേട്ട് ആകപ്പാടകളൊരു മൗഢ്യത്തോടു കൂടി ആലോചിച്ച് ആകെ ഒരു വർഷമായി പ്രതീക്ഷിതമായിട്ടുള്ള പെർമിഷൻ ഒന്നും തന്നില്ല. അങ്ങനെ ആലോചിച്ച് ആകെ അങ്ങനെ ഒരു ദുഃഖം 1-2 പ്രാവശ്യം ഇങ്ങനെ നെടുവീർപ്പിടുക. ഇങ്ങനെ പിടിച്ച് നെടുവീർപ്പിട്ട് അങ്ങനെ 2-3 പ്രാവശ്യം നിസ്സംഗതയോട് ഇങ്ങനെ ഈടാക്കി. ഇതാണ് ശിരസിൽ ലിഖിതം തന്നെ. പെർമിഷൻ കിട്ടാത്തത് ശിരസിൽ ലിഖിതം. 2 കാല് കുത്തി മാറി തന്നെ അങ്ങനെ മാറി ജ്യേഷ്ഠനോട് അങ്ങയുടെ കൽപ്പന പോലെ തന്നെ. ഇതാണ് അങ്ങയുടെ കൽപ്പന പോലെ എന്ന് പറഞ്ഞിട്ട് ഗതകളെടുക്കുക. എന്നിട്ട് അങ്ങ് കുമ്പിടുന്നതോടുകൂടി അങ്ങനെ കുമ്പിട്ടു. യുധിഷ്ഠിരൻ എന്താ ചെയ്യാം നോക്കൂ, അവിടെ ശ്രദ്ധിക്കൂ. അവിടെ നിന്ന് അനുഗ്രഹിക്കുന്ന കുമ്പിടുമ്പോൾ എപ്പോൾ കുമ്പിടുമ്പോഴും അനുഗ്രഹിക്കുക. മനസ്സിലാവുണ്ടോ? ശ്രദ്ധിക്കണം. എന്നല്ലേ പറയാം. ഇങ്ങനെ കുമ്പിട്ടോട് കൂടിയതാണ്. ഗത ഇങ്ങനെ പിടിച്ചു, ഈ കാലുകൂടെ വെച്ചു, ഈ കാലുകൂടെ വെച്ച് ഇങ്ങനെ. മറ്റാളെന്താ ചെയ്യുക? കുമ്പിടുന്നതോട് കൂടി അനുഗ്രഹിച്ചതിന് ശേഷം എന്താ ചെയ്യുക? ഈ കാലുകൂടെ വെച്ചു, ഈ കാല് വെച്ച് ഇങ്ങനെ. ഒരാൾ മറ്റാളെ അങ്ങനെ പറഞ്ഞു വിടുക, ജ്യേഷ്ഠനെ പറഞ്ഞു വിടുക. ഇയാൾ
യുധിഷ്ഠിരൻ ഈ ഭാഗത്തും ഭീമൻ ഇങ്ങനെ ഇതാക്കി ചവിട്ടി ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചു, ഈ കാലം ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചു. അങ്ങനെ പറഞ്ഞയച്ചതിന് ശേഷം അങ്ങോട്ട് ചവിട്ടി ചാടുക. അവരെ നോക്കി ആമാശം നടിച്ച് ഇതവിടെ വെച്ച് എടാ കള്ളന്മാരെ, അങ്ങോട്ട് എടാ കള്ളന്മാരെ, കള്ളന്മാരെ മാരെ നിങ്ങൾ കുറച്ചു കാലം കൂടി ഇപ്രകാരം അഹങ്കാരത്തോടു കൂടി വസിപ്പിൻ. കുറച്ചു കാലം കൂടി നിങ്ങളങ്ങനെ അഹങ്കാരത്തോടു കൂടി വസിപ്പിൻ. അങ്ങനെ കണ്ട് പിന്നെ നിങ്ങൾ ചെയ്തതിന് ഒക്കെയും പകരം, ഇടത്തുനിന്ന് വലത്തോട്ട് പകരം പറഞ്ഞ് കൊണ്ട് നിങ്ങളെ ആ സകലം എല്ലാവരെയും നടത്തും. ഞാൻ തന്നെ നശിപ്പിച്ചേക്കാം. അങ്ങനെ മുമ്പിലേക്ക് വെച്ച് അങ്ങോട്ട് ചവിട്ടി പിന്നാക്കം കുത്തി മാറുന്നതോട് കൂടി ഇങ്ങനെ നശിപ്പിച്ചേക്കാം. അങ്ങനെ നോക്കി എന്നാൽ കണ്ടുകൊള്ളുവിൻ. എന്നാൽ ഇങ്ങനെ ഇതാക്കി അങ്ങനെ ഇതാക്കാനോടുകൂടി ഇങ്ങനെ കയ്യിലെടുത്തു. പിന്നെ 2 കാല് കുത്തി മാറി 4-ാമത്തെ തതിയും കെട്ടിച്ചാടി ഒന്ന് കെട്ടിച്ചാടി സാധാരണ 4-ാമത്തെ ചെയ്ത പോലെ തിരിച്ചു. അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഗതയിൽ നോക്കിയിട്ട് വിഷമം അങ്ങോട്ട് നോക്കി അമർഷം അവരെ നോക്കിയിട്ട് പിന്നെ ഇവിടെ നോക്കി ദുഃഖം, അവിടെ നോക്കി അമർഷം, ദുഃഖം, അമർഷം, അങ്ങോട്ട് നോക്കി അമർഷം. പിന്നെ 3-ാം പ്രാവശ്യം അങ്ങനെ ദുഃഖവും അമർഷവും കഴിച്ച് അവസാനം നിങ്ങളെ ഞാൻ എടുത്തോളാം എന്നുള്ള ഒരു ഭാവം ഇതാക്കി എന്നുള്ളൊരു ഭാവം. അതോടുകൂടി പിന്നെ പോയി. മനസ്സിലായോ?